പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഇങ്ങനെ കരുത്തരാക്കാൻ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊന്നും ആകുമെന്ന് പ്രതീക്ഷിച്ച് തുടങ്ങിയ ഒരു യാത്രയല്ല ഇതെന്ന് ഏത് പ്രേക്ഷകനും ആലോചിച്ചിട്ടാൽ മനസ്സിലാകും. ഒരു ചെറിയ ലെവലിൽ തുടങ്ങി ഇങ്ങനെ നമ്മൾ വളരുകയായിരുന്നു. ഇപ്പോഴും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നമ്മൾ വളരെ വളരെ വളർന്നു കഴിഞ്ഞു. പ്രേക്ഷകർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ഒരുപാട് വരും കാലത്ത് കാരുണ്യ പദ്ധതികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വളരെ പിൻബലം നൽകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചെയർമാൻമാരും നമ്മുടെ ഡയറക്ടേഴ്സും തന്നെയാണ്. സതീഷ് ജി പിള്ള ഖത്തറിലാണ് അദ്ദേഹം താമസിക്കുന്നത് സ്ഥിരമായിട്ട് കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ 65 വയസ്സ്, എന്നെക്കാളും 5-6 കൊല്ലം കൂടി അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞു. 6 തിരുവോണം കൂടി അധികം ഉണ്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം, ചില ആൾക്കാരൊക്കെ എന്നോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഒരുപാട് മണിക്കൂർ ജോലി ചെയ്യുന്നല്ലോ. ഞാൻ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, അത്രയും കൂടുതൽ മണിക്കൂർ അധ്വാനിക്കുകയും ഈ ജീവിച്ച കാലം, ഔദ്യോഗിക തലത്തിൽ ജീവിച്ച കാലം മുഴുവൻ ആടിമുടി പ്രൊഫഷണലായിട്ട് ജോലികൾ ചെയ്യുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് സതീഷ് പിള്ള. അപ്പോൾ അദ്ദേഹം ഈ 6-ാം വർഷത്തെ നിറവിൽ ഖത്തറിലിരുന്ന് അദ്ദേഹം ഇത് കാണുന്നു. സതീഷ് ചേട്ടൻ്റെയൊക്കെ കരുത്തും ആത്മവിശ്വാസവും തന്നെയാണ് ഞങ്ങളുടെയൊക്കെ കരുത്തും, മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ ത്രാണിയും. അപ്പോൾ ഈ 6-ാം കൊല്ലത്തെ ഈ ആഘോഷവേളയിൽ പ്രേക്ഷകരുടെ അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്. 24 ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണെന്ന് മലയാളം വാർത്താരംഗത്ത് പുതുമകൾ നൽകിയ ചാനലാണ് 24. വാർത്തകൾ സത്യസന്ധതയോടെ ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ 24 എപ്പോഴും മുന്നിൽ തന്നെയാണ്. 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, സത്യസന്ധത, നിഷ്പക്ഷത, ധീരത എന്നിവയാണ് 24ൻ്റെ മുഖമുദ്ര. ഇത് എക്കാലവും 24 ഉയർത്തിപ്പിടിക്കും. 24ന് കരുത്തായി ഒപ്പമുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു സതീഷ് ചേട്ടനെ പോലുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും കരുത്ത് ഇതിനകത്തുണ്ട്. ഇതിൽ ഡയറക്ടറാണ് VC പ്രവീൺ, അതുപോലെ ഡേവിസ് എടക്കളത്തൂർ. ഇവർ രണ്ടുപേരുടെയും ആശംസകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, വേറെ അവസരത്തിൽ അവരുടെ ആശംസകൾ കാണിച്ചു തരാം. VC പ്രവീണിനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കറിയാം, ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വൈസ് ചെയർമാനാണ് അദ്ദേഹം. അതിനപ്പുറം എന്നോട് വളരെ സൗഹൃദമുള്ളൊരു സുഹൃത്താണ് ഈ പ്രവീണാണ്. ഗോപാലേട്ടനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പോലും ഗോപാലേട്ടൻ്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു സ്ഥാപനം വെച്ചു കൊടുക്കാൻ എനിക്ക് പ്രേരണയായതും അദ്ദേഹത്തിലേക്ക് എന്നിൽ അടുപ്പിച്ചതും. താങ്ക് യു VC പ്രവീൺ. അതുപോലെ ഡേവിസ് എടക്കളത്തൂർ, ഖത്തറിലെ അറിയപ്പെടുത്ത വ്യവസായിയാണ്. അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തും തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ച ആളാണ് ഡേവിസ് എടക്കളത്തൂർ. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്, തൃപ്രയാറുകാരനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഡേവിസ് എടക്കളത്തൂർ വളരെ സൗമ്യനും ഒരുപാട് കാരുണ്യ പദ്ധതികൾ സജീവ പങ്കാളിത്തമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെയും ശബ്ദം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, അതും വേറെ അവസരത്തിൽ കാണാം. താങ്ക് യു ശ്രീ ഡേവിസ് എടക്കളത്തൂർ. സുഖമായിരിക്കുന്നല്ലോ? താങ്ക് യു ഡേവിസ് ജി.